എത്രയും പ്രിയപ്പെട്ട കുട്ടി, ഞാൻ എല്ലാം സമദൃഷ്ടിയോടുകൂടിയായാണ് കാണുന്നത്. ഞാൻ അത് സച്ചരിത്രത്തിൽ പറഞ്ഞിട്ടുമുണ്ട്. ആരുടെയെങ്കിലും പ്രവൃത്തിയോ പെരുമാറ്റമോ നിനക്ക് ശരിയായിട്ട് അല്ല തോന്നുന്നത് എങ്കിൽ അവരെ നീ പറഞ്ഞു മനസ്സിലാക്കണം. പക്ഷേ അവർക്ക് ആ പ്രവൃത്തിയും പെരുമാറ്റവും ആ നിമിഷത്തെ മാനസികാവസ്ഥയിൽ ശരിയായിരുന്നു എന്ന് തോന്നുന്നുണ്ടാവാം. മറ്റുള്ളവരുടെ പെരുമാറ്റം മാറും എന്ന് പ്രതീക്ഷിക്കുന്നതിലും അവരെ മാറ്റാൻ ശ്രമിക്കുന്നതിനും ബദലായി നമ്മളെ വിഷമിക്കുന്ന സംഗതിമേൽ നാം പ്രവർത്തിച്ച് അത് നമ്മളെ തന്നെ സുഖമായി മാറ്റാൻ ശ്രമിക്കുക. നീ നിന്റെ വീക്ഷണം മാറ്റുന്നുവോ അന്ന് നിന്റെ ചുറ്റുപാടും മാറും. സമാധാനമായിരിക്കുക. എന്നിട്ട് ജീവിതത്തിൻ്റെ ഓരോ രംഗവും ജീവിതമാകുന്ന തിരശ്ശീലയിലൂടെ മാറി മാറി വരുന്നത് സമാധാനത്തോടെ കണ്ട് ആസ്വദിക്കുക. പതുക്കെ ജീവിതമാകുന്ന ഈ ചലച്ചിത്രത്തെ നിനക്ക് മനസ്സിലാകും. ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു മായ ആണെന്ന്. അപ്പോൾ മുതൽ നീ സമാധാനവും പക്വതയുമുള്ള ആളായി മാറും. എന്നിട്ട് ഓരോ രംഗവും പൂർവാധികം ഭംഗിയോടെ ഉണ്ടാക്കാൻ നിനക്ക് കഴിയും. ഈ ഭൂമിയിലെ കാർമ്മിക ജീവിതം വളരെ മനോഹരമായിട്ട് തീരും. നീയാണ് നിന്റെ ചിന്തകളുടെ ഉപജ്ഞാതാവ് എന്ന് അറിയുമ്പോൾ അതുവഴി ഈ ലോകത്തിൻ്റെയും ആണെന്ന് നിനക്ക് മനസ്സിലാവും. നീ ദൈവികമായിട്ടുള്ള ഒരു ചെറിയ തീപ്പൊരിയാണ്, ഒരു വലിയ ദൈവിക ശക്തിയുടെ ഒരു ജ്വാലയുടെ അംശം. അതുകൊണ്ട് നിനക്ക് വളരെയധികം ശക്തിയുണ്ട്. ഈ ശക്തി കൊണ്ട് നീ ആരോഗ്യപരമായിട്ടുള്ള സന്തോഷപരമായിട്ടുള്ള ഒരു അതിരുകളില്ലാത്ത ഒരു ലോകം എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കുക. എൻ്റെ സത്വമഞ്ജരി എല്ലാ വ്യാഴാഴ്ചകളിലും നീ വായിക്കുക. ഒരുപാട് സ്നേഹവും ആശീർവാദവുമായി നിൻ്റെ ബാബ.